ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരം പുറത്തുവരുന്നു. സ്ഫോടനം നടത്താൻ ചെങ്കോട്ട പരിസരത്ത് ഉമറിനെ മറ്റൊരാൾ സഹായിച്ചു. സഹായിക്കായി അന്വേഷണം ഊർജിതമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. പിയാസുൽ നേരത്തെ ഇത് സൂചിപ്പിച്ചു. പിയാസുലിൽ അങ്ങനെയാണെങ്കിൽ ഉമറിനെ സഹായിച്ച മറ്റൊരാൾ, ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂളിലുള്ള മറ്റൊരാൾ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്, അല്ലെ പിയാസുനിൽ? അരുൺ, ഉറപ്പായും അങ്ങനെ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. കാരണം ഈ ഒരു കാറിനകത്ത് ഈ സ്ഫോടക വസ്തു തനിയെ പൊട്ടുന്ന തരത്തിലുള്ള ഒരു സാധനവും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ടാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഈ സ്ഫോടനം നടന്നിട്ടുള്ള ഈ ഒരു സ്ഥലം ഇപ്പോഴും വളച്ചു കെട്ടി അവിടെ പരിശോധനകൾ നടക്കുന്നത്. ഇതുവരെ ഫോറൻസിക് സംഘത്തിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ അവിടെ നിന്ന് ഒരു സ്ഫോടക വസ്തു കാറിനകത്ത് സ്ഥാപിച്ച് ഒരാൾക്ക് അവിടെ ഇരുന്ന് പൊട്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സാധനം, എന്തെങ്കിലും ഒരു ഡിവൈസ്, എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിന് പുറത്ത് ആ സമീപത്ത് ഒരാളുണ്ടായിരുന്നു എന്നിപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഉമർ നബിയുടെ വാഹനത്തിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നത്. ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യമായിരുന്നു. പിന്നീട് അവരെ കാണാനില്ലായിരുന്നു. അവരിൽ ആരെങ്കിലുമാണോ അതല്ല മറ്റ് ആരെങ്കിലും ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഉമർ നബി പോയ വഴികളിലൂടെയൊക്കെ തന്നെ അന്വേഷണ സംഘം പോയിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് 200 മീറ്റർ അപ്പുറത്തുള്ള രാംലീല മൈതാനിയിലെ ഒരു മസ്ജിദിൽ ഉമർ നബി പോയിരുന്നു. അവിടെ നിന്ന് ഉമർ നബി നടന്നു പോകുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ ഒരു ദൃശ്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ ഒരാൾ, ഈ മറഞ്ഞിരിക്കുന്ന ആൾ ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു സഹായം ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആ സഹായിയുടെ പിന്തുണയോടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ സ്ഫോടക വസ്തു കാറിനകത്ത് വെച്ചത്, ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം വരികയാണ്. അപ്പോൾ ആരായിരിക്കും അത് എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പോൾ CCTV ക്യാമറകളൊക്കെ തന്നെ വീണ്ടും പരിശോധിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു അമോണിയം നൈട്രേറ്റിന്റെ മിശ്രിതം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു സ്ഫോടക വസ്തു കാറിനകത്ത് സ്ഥാപിച്ച് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയതെന്നാണ്. ഉമർ നബിക്ക് മാത്രമായി അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, അങ്ങനെ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം വരികയാണ്. ശരി, താങ്ക് യു. പിയാസുനിലാണ് വിവരങ്ങൾ പറഞ്ഞത്.